ബന്ധപ്പെട്ട ചില പ്രതികരണങ്ങളുണ്ട്, ദൃക്സാക്ഷികളുടെ പ്രതികരണമുണ്ട്, ആ ഭാഗത്തെ കൗൺസിലറുടെ പ്രതികരണമുണ്ട്. അതിലേക്കൊന്ന് പോകാം. വീഡിയോയിൽ ടൈം അനുസരിച്ച് 7:45 സമയത്താണ് വീണേക്കണത്. ഒരു കൊറിയർ സർവീസിൻ്റെ ഒരു പാക്കറ്റിലാണ് കുഞ്ഞിൻ്റെ ബോഡി കിടക്കുന്നത്. അപ്പോൾ അത് മുകളിൽ നിന്ന് വീഴുന്നതായിട്ട് വീഡിയോയിലുണ്ട്. അതനുസരിച്ച് പരിശോധിച്ചപ്പോൾ ഇവിടെ ഈ ഫ്ലാറ്റിൽ 21ഓളം ഫ്ലാറ്റുകളുണ്ട്. അതിലൊരു 3 ഫ്ലാറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഈ സൈഡിലൊരു ഫ്ലാറ്റ് സെക്കൻഡ് ഫ്ലോറിൽ ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട്. ഏത് ഫ്ലോറിൽ നിന്നാണ് വീണതെന്ന് കാണാൻ പറ്റുന്നത്, കാരണം ചെടിയുടെ ഇടക്കൂടി വീണ കാരണം കാണാൻ പറ്റുന്നില്ല. രാവിലെ ഒരു ഡ്രൈവറാണ് ആദ്യം വേസ്റ്റിൻ്റെ കിറ്റ് കിടക്കുന്ന കരുതി ശുചീകരണ തൊഴിലാളികളോട് പറഞ്ഞു. അവരൊന്ന് പരിശോധിച്ചപ്പോൾ രക്തത്തിൻ്റെ കാര്യങ്ങളൊക്കെ കാണുന്നത്. അതിനുശേഷം പോലീസ് എത്തി പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലാറ്റിൽ കയറി നോക്കുന്നുണ്ട്. ഇവിടെ ഈ താമസിക്കുന്ന ആളുകളാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നില്ല. ഇനി ആരെങ്കിലും പുറത്തുനിന്ന് വന്ന് ചെയ്താണോ എന്ന് സംശയമുണ്ട്. സെക്യൂരിറ്റി ഒരു ചേട്ടനുണ്ട്, ജോസഫ് എന്ന് പറഞ്ഞ ചേട്ടൻ അതിൻ്റെ അകത്തുണ്ട്. പക്ഷേ പുള്ളി അത്ര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫ്ലാറ്റല്ല, എങ്കിലും മറ്റുള്ളവർക്ക് വന്ന് കയറാവുന്നതേ ഉള്ളൂ. എത്ര മണിയോടെ നിങ്ങളെ കണ്ടത്? 8:20 റോട്ടിൽ കിടക്കുന്നുണ്ട്, കുഞ്ഞും കവറും കൂടെ. ആ സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? അതൊന്നും അറിയില്ല. ഒരു വണ്ടി ആ വണ്ടി ഇവിടെ നിന്ന് ഇറങ്ങി, ഈ ഇടത്തേരിൽ നിന്ന് ഇറങ്ങി. പക്ഷെ ആ വണ്ടിയിൽ നിന്ന് ഇടുന്നൊന്നും ഞാൻ കണ്ടില്ല. അവരെ കണ്ടാവുമെന്ന് എനിക്കറിയില്ല. അവർ ഇറങ്ങിയപ്പോൾ കാണാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവരിറങ്ങുന്ന ആ വഴിയുടെ ഓപ്പോസിറ്റ് നിന്നാണ് വണ്ടി, ഈ കുട്ടി കിടക്കുന്ന ഓപ്പോസിറ്റ് നിന്നാണ് വണ്ടി ഇറങ്ങി വന്നത്. സൈഡിൽ കൂടെ അങ്ങ് പോയി. ഞാനവിടെ ഒതുക്കിയിട്ട് നിർത്തിയ കാരണം ഫ്രണ്ടിലേക്ക് എടുത്തപ്പോൾ ഞാനിത് ശരിക്കും ശ്രദ്ധിച്ചു. അധികം പ്രായമായിട്ടില്ല, ബൈ ബർത്താണ്. പക്ഷെ ആശാ വർക്കറിൽ നിന്ന് കോർപ്പറേഷൻ ഞങ്ങളുടെ ഒരു സംവിധാനം വെച്ചാൽ ആശാ വർക്കർമാർ ഗർഭിണികളൊക്കെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. അപ്പോൾ ആശാ വർക്കറുടെ റിപ്പോർട്ടിൽ ഇല്ലെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചേക്കുന്നത്. ഒരു ACPയും നേതൃത്വത്തിൽ ഇപ്പോൾ നോക്കുകയാണല്ലോ. അങ്ങനെ സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് പറയണത് ശരിയല്ല. അവർ കൃത്യമായിട്ട് ഫോളോ അപ്പ് ഉണ്ട്. എല്ലാ ഫ്ലാറ്റിലെ ആൾക്കാരെയും അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവർ വെച്ചിട്ട് പരിശോധന നടത്തണമെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. മേളിൽ നിന്നാണ് ഏതായാലും വീണേക്കണേ. അപ്പോൾ അത് നിലയും അതിൻ്റെ ഫോറൻസിക് ഉൾപ്പെടെയുള്ളവർ വന്ന് പരിശോധിക്കുമ്പോൾ അറിയാൻ പറ്റും. കെയർടേക്കർമാർക്ക് അറിയാൻ പറ്റുമല്ലോ. ആര് വന്നാലും ഇവിടെ ഫ്ലാറ്റിലൊക്കെ പൊതുവേ പനമ്പിള്ളർ ഭാഗത്ത് ആര് വന്നാലും രജിസ്റ്റർ ഉള്ളതാണ്. വേഗം തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.